ഹായ്, ഞാനിപ്പോൾ കൊട്ടാരത്തി ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐതിഹ്യമാലയെക്കുറിച്ച് എത്ര പേർക്ക് അറിവുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും എനിക്ക് അറിവുള്ള കാര്യം, എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു സ്റ്റോറി ഞാൻ നിങ്ങളോട് പറയാം. കൈപ്പുഴ തമ്പാൻ്റെ സ്റ്റോറിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുഞ്ചു തമ്പാൻ എന്നാണ് കൈപ്പുഴ തമ്പാനെ വിളിച്ചിരുന്നത്. ഈ കുഞ്ചു തമ്പാൻ, അതായത് നമ്മുടെ കൈപ്പുഴ തമ്പാൻ, ഒരു ദിവസം സ്വാതി തിരുനാളിനെ കാണാനായിട്ട് സ്വാതി തിരുനാളിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. ഈ എത്തുന്ന സമയത്ത് സ്വാതി തിരുനാൾ തമ്പാനോട് പറയുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടും നമ്മളെ ഇന്ദ്രജാലം ഒന്നും കാണിച്ചില്ല, ഈ പ്രാവശ്യം എന്തെങ്കിലും പുതിയതായിട്ട് കാണിക്കണം. തമ്പാൻ പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള വിദ്യകളൊക്കെ ഞാൻ അങ്ങേ കാണിച്ചു കഴിഞ്ഞു, പുതിയതായിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ സ്വാതി തിരുനാൾ പറഞ്ഞു, അങ്ങനെ പറയില്ല, എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ വിദ്യ കാണിക്കണം. ഈ തമ്പാൻ എന്ന് പറയുന്നത് ഇന്ദ്രജാലം, മഹേന്ദ്രജാലം, ജ്യോതിഷം, ഇതിലൊക്കെ പ്രാവീണ്യമുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് വളരെ ഒരു വേനൽക്കാലത്താണ് തമ്പാൻ അവിടെ സ്വാതി തിരുനാളിനെ കാണാനായിട്ട് ചെല്ലുന്നത്. ഈ സമയത്ത് അവിടെ ഒരു മഴ പെയ്യാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് സ്വാതി തിരുനാൾ ചോദിക്കുന്ന സമയത്ത് തമ്പാൻ പറയുന്നുണ്ട്, മഴ പെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജ്യോതിഷമൊക്കെ അറിയാവുന്നത് കൊണ്ടും ആ രീതിയിലും സ്വാതി തിരുനാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തമ്പാൻ പറയുന്നുണ്ട്, വളരെ രസകരമായിട്ട് പറയുന്നുണ്ട്, ബുധശുക്രന്മാരൊക്കെ എന്ത് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇന്ന് മഴ പെയ്യും. ഇത് കേട്ടപ്പോൾ സ്വാതി തിരുനാൾ വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും കുറച്ച് കഴിഞ്ഞതിന് ശേഷം സംസാരത്തിനിടയിൽ അവിടെ കലശലായിട്ടുള്ള മഴ പെയ്യുന്നു, വെള്ളം പൊങ്ങുന്നു. വെള്ളം പൊങ്ങി നമ്മുടെ കൊട്ടാരത്തിൻ്റെ മേൽക്കൂര വരെ എത്തുന്ന നിലയിലായി. അപ്പോൾ സ്വാതി തിരുനാൾ ഭയപ്പെട്ടു. തമ്പാൻ വളരെ കൂസലായിട്ട് നിൽക്കുകയാണ്. സ്വാതി തിരുനാൾ ഭയപ്പെട്ട് തൻ്റെ പടന്മാരോട് പറഞ്ഞൊരു വള്ളം വരുന്നു. വള്ളത്തിൽ കയറി സ്വാതി തിരുനാൾ പോകാനുള്ള ശ്രമം വരുമ്പോൾ തമ്പാൻ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് ബാക്കിലേക്ക് വലിക്കുന്നു. എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത്, പിന്നെ ചോദിക്കുമ്പോൾ അവിടെ എല്ലാം നോക്കുന്ന സമയത്ത് അവിടെ വെള്ളമില്ല, വള്ളമില്ല. ഇതായിരുന്നു തമ്പാൻ്റെ ആദ്യത്തെ ഒരു ഇന്ദ്രജാലമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു ഇന്ദ്രജാലം. സോ ഇതിനുശേഷം വളരെ കൂസലായിട്ടാണ് തമ്പാൻ അവിടെ നിന്നത്. സോ അത് സ്വാതി തിരുനാളിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. തമ്പാന് വീണ്ടും സമ്മാനങ്ങളൊക്കെ നൽകി എന്നാണ് കഥ അവസാനിക്കുന്നത്. ഇനിയും ഒരുപാട് കഥകളുണ്ട്. ഇന്ദ്രജാലവും മഹേന്ദ്രജാലവും ഒക്കെ ചെയ്ത തമ്പാൻ്റെ ഒരുപാട് മാജിക്കൽ സ്റ്റോറീസ് ഉണ്ട്. ആൻഡ് സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.